ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞിരുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിക്കിന് മുമ്പായിട്ട് ഐ ആം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. അപ്പോൾ നമ്മൾ ടോപ്പിക്കല്ല ആക്ച്വലി പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ സെക്ഷനെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ ടൂൾ പുതിയ ടൂളല്ല, ഇൻഡിക്കേറ്റർ അല്ല, ഓൾറെഡി ഉള്ള ഇൻഡിക്കേറ്ററാണ് ബോളിഞ്ചർ ബാൻഡ്. അത് ഏകദേശം നമ്മൾക്ക് സക്സസ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് സിക്സാക്കിൻ്റെ ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ ഇറക്കിയിട്ടുള്ളതാണ്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും സിക്സാക്കും നമ്മുടെ മൂവിങ് ആവറേജും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ. ആ ഒരു കോമ്പിനേഷനിൽ നമുക്കൊരു ചെറിയൊരു അക്യുറസി ഉണ്ട്. അതായത് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈവൻ നമ്മൾ അതായത് ഏകദേശം ഒരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഞാൻ അധികം പറയുന്നില്ല, ഒരു 7 അല്ലെങ്കിൽ ഒരു 6 ട്രേഡെങ്കിലും നമുക്ക് അതിനകത്ത് വിൻ റേഷ്യോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഡെമോയ്ക്കകത്ത് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിൽ ഡെമോയ്ക്കകത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മളുടെ പ്യുവർ ഫണ്ട്, അതായത് നമ്മുടെ ലൈവ് അക്കൗണ്ടിനകത്ത് നമ്മൾ $1 ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നമുക്ക് വാല്യൂ വേണം, നമുക്കത് പ്രീഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം ആ രീതി ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം മാക്സിമം എല്ലാവരും അത് ഡെമോയ്ക്കകത്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിനകത്ത് ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തുക, മറ്റുള്ളവരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിപ്പം പറയുന്നത്. നമുക്കപ്പം എന്താ പറയുക, കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ സെക്ഷനകത്ത് നമ്മൾ സിക്സാക്ക് എടുക്കുക. സിക്സാക്കിനകത്ത് നമ്മളിപ്പോൾ കിടക്കുന്ന ഡേവിയേഷൻ എന്ന് പറഞ്ഞത് 50 കിടപ്പുണ്ട്. അതിനകത്ത് നമ്മൾ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. ബാക്ക് സ്റ്റെപ്പ് അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഇത് മാത്രം ചെയ്യുക, ഡെപ്ത് മാത്രം ചേഞ്ച് ചെയ്യുക. നമ്മളതൊരു 6 ചേഞ്ച് ചെയ്തെടുക്കുക. അതായത് നമ്മൾ 6 മാറ്റി കൊടുക്കുക. 6 മാറ്റിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഇത് കൂട്ടാം, ഡെപ്ത് കൂട്ടിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. അടുത്ത നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിങ് ആവറേജ്. മൂവിങ് ആവറേജ് എടുത്തതിന് ശേഷം അതിനകത്ത് അതിനകത്ത് ചേഞ്ചസ് വരുത്തണം. അതായത് ഇതിപ്പോൾ SML ആണ് കിടക്കുന്നത്, നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട. ഈ SMA മാത്രം TMAയും EMAയുടെയും നെക്സ്റ്റ് വീഡിയോ ഞാൻ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊരു 7th മാറ്റുക, 7 ചേഞ്ച് ചെയ്യുക. 7 ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കളർ മാറ്റുക. കാരണം രണ്ടും റെഡാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ റെഡ് ആകുമ്പോൾ നമുക്കത് മാച്ചിങ് ആവില്ല. സോ അതാണ് നമുക്കത് ഗ്രീനിലോട്ട് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് വലിപ്പം കൂട്ടാം, അതായത് നമുക്ക് അതിൻ്റെ കുറച്ച് ഡെപ്ത് കൂട്ടാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഓക്കെ, ഇത്ര സെറ്റപ്പ് പോകുന്നത് ചെറിയ സെറ്റപ്പാണ്. ഇത്രയും ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നമുക്കിനി വേറെ ഒരു ചെറിയൊരു ഇതുമുണ്ട്. അതായത് നമ്മൾ ടൂൾ എടുത്തതിന് ശേഷം നമുക്കതിനകത്ത് റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിൾ കുറച്ച് വണ്ണം കൂട്ടിക്കൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്കിപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് പ്രീവിയസ് ഓർഡർ ബ്ലോക്ക് ഇവിടെ ചെക്ക് ചെയ്തോണ്ട. പ്രീവിയസ് ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ഹൈ ആയിട്ടുള്ള എന്താ പറയുക, നല്ല ഫുൾ ലിക്വിഡിറ്റി ഉള്ള ഓർഡർ ബ്ലോക്ക്സ് ഉണ്ട്. ഇതൊരു നല്ല ഹൈ ലിക്വിഡിറ്റി ഉള്ള ഓർഡർ ബ്ലോക്കാണ്. അതായത് ഇതൊരു ഹൈ ലിക്വിഡിറ്റി ഉള്ള ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മളുടെ സിക്സാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ഓർഡർ ബ്ലോക്കിൻ്റെയാണ് സിക്സാഗ്. അതായത് നമ്മളുടെ മൂവിങ് ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവിങ് ആവറേജിനെ നമ്മൾക്ക് ക്രോസ് ഔട്ട് ചെയ്യണം. ഇത് കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഒരു ട്രെൻഡാണ് വന്നേക്കുന്നത്. ഇതൊരു മേജർ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ഡയറക്ഷൻ ആണ്. അപ്പോൾ ആ ഡൗൺ ഡയറക്ഷനകത്ത് നമ്മൾ നമ്മളുടെ സിക്സാഗിനെ ക്രോസ് ഔട്ട് ചെയ്യും. ക്രോസ് ഔട്ട് ചെയ്യുകയാണ്. അതായത് ഇപ്പം ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം, ബയേഴ്സിന്റെ ഏരിയ ആണ്. ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ ബയേഴ്സിന്റെ ഏരിയ ആണ്. അതിപ്പോൾ നമുക്ക് അതിനെക്കാട്ടി നമുക്ക് കുറച്ചും കൂടെ വേറൊരു ഐഡിയയിൽ എടുക്കാം. നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്ത് നോക്കാം. അതായത് ഇത് ഒരു സ്ട്രോങ് ഓർഡർ ബ്ലോക്കാണ്. അവിടുന്ന് നല്ല രീതിയിൽ ക്യാൻഡിൽസ് പമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു നല്ല ഓർഡർ ബ്ലോക്കാണ്. അതായത് ഏറ്റവും ലാസ്റ്റ് വന്നേക്കുന്ന, അതായത് നമ്മളുടെ ഡൗൺ ട്രെൻഡിൽ ലാസ്റ്റ് വന്നേക്കുന്ന ഒരു
ഗ്രീൻ ക്യാൻഡിൽ ഓപ്പോസിറ്റ് പാർട്ടി, അത് അവിടുന്ന് മാർക്കറ്റ് ആൾറെഡി റിജക്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം നെക്സ്റ്റ് വന്നേക്കുന്ന സ്ട്രോങ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇതൊരു ലെവലാണ്. അവിടെ നോക്കി ഹൈ മൊമെന്റമാണ് ഫോളോ അപ്പ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ചെറിയ ചെറിയ റിജക്ഷൻസും കാര്യങ്ങളും റീട്രേസ്മെന്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് നമ്മളുടെ OTC മാർക്കറ്റിനകത്ത്. ഓക്കെ, OTC മാർക്കറ്റിനകത്ത് മൊമെന്റം ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ബ്രോക്കേഴ്സ് തന്നെയാണ് മൊമെന്റം ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പം എന്നാലും നമ്മൾ ഒരു റൂൾസിന്റെ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ട്രേഡിങ്ങിനകത്ത് ഒരു റൂൾസ് ഉണ്ട്. സോ ആ റൂൾസിന്റെ ബേസിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. എന്നാലും നമ്മളുടെ OTC മാർക്കറ്റിനകത്തും സം ടൈം അല്ല, ഒരു 80% മൊമെന്റം ഫോളോ അപ്പ് ചെയ്യും, റൂൾസ് ഫോളോ അപ്പ് ചെയ്യാണ്ട്. സം ടൈം ക്യോടെക്സ് എന്ന ഏത് ബ്രോക്കറിനായാലും അവർക്ക് ലോസസ് വരുമ്പോഴത്തേക്കും അവർ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്യും. ആ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലോസസ് ഉണ്ടാകുന്നത്. നമ്മളുടെ റൂൾസ്, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാർക്കറ്റ് ഫോളോ അപ്പ് ചെയ്യാതെ അവിടെ ഒരു മാനിപ്പുലേഷൻ സൃഷ്ടിക്കും. ആ മാനിപ്പുലേഷൻ സൃഷ്ടിക്കുമ്പോഴാണ് നമുക്ക് ലോസസ് കൂടുതൽ വരാൻ ചാൻസ്. ഇപ്പം നോക്കിയേ, നമ്മളുടെ അതായത് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ സിക്സാഗ് എന്ന് വെച്ചാൽ സിക്സാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, നമുക്ക് ഇനി വേറെ ഒരു നിങ്ങൾക്ക് ഒരു ഐഡിയ കൂടെ കാണിച്ചു തരാം. നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ ചെയ്യുക, ഒരു ഡെപ്ത് കൂട്ടുക, വീണ്ടും നമ്മൾ ഇതുണ്ടോ നമ്മളുടെ സിക്സാഗിൻ്റെ പ്രീവിയസ് ലോ ആണിത്. പ്രീവിയസ് ലോയിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, നമ്മുടെ സെക്കൻഡ് EMA ക്രോസ് ഔട്ട് ചെയ്യും, അതായത് നമ്മളുടെ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു അപ്പിലേക്ക് 2 ട്രേഡ് എടുക്കുകയാണ്. ഇതാണ് 3 ട്രേഡായി, മുകളിലായി പോയല്ലോ, പ്ലേസിങ് മുകളിലായി പോയി. എന്നാലും ഇത് 100% ആണ്. ഇത് 100% നമ്മൾ വിന്നാവും, ഗ്രീൻ ക്യാൻഡിലാവും. മേ ബി ഇത് ലോസ് ആയാലും ഞാൻ റിക്കവർ ചെയ്യും. $3,000 പിന്നെ എൻ്റെ മറ്റേ അക്കൗണ്ടിനകത്ത് വേറെ ഫണ്ടുണ്ട്. സോ അത് കാരണം ഞാൻ ഒരിക്കലും പാനിക് ആവില്ല, നോ പ്രോബ്ലം. ഇത് 100% വിൻ ആകേണ്ടതാണ്, 100% വിൻ ആകണം. അതായത് ഇത്രയും ഹൈ മൊമെന്റമാണ് മാർക്കറ്റ് ഫോം ആയേക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താണ്, ബയേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ബയേഴ്സിന് 80% ചാൻസസ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് എനിക്കിതിനകത്ത് 80% എനിക്ക് വിശ്വാസമുണ്ട്, ഇത് വിന്നാകും എന്നുള്ള വിശ്വാസമുണ്ട്. മീൻസ് അതായത് എൻ്റെ പ്ലേസിങ് കുറച്ച് ഡൗൺ ആയിപ്പോയി, അതിനകത്ത് മാത്രമല്ല എനിക്കൊരു പശ്ചാത്താപം. എന്നാലും നമ്മൾ വിജയിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വിജയിച്ചു, ഓക്കെ, 100% വിജയിച്ചു. ഓക്കെ, അയ്യവ ഓക്കെ, വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ സിസ്റ്റം കണ്ടത്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ എന്താ പറയുക, നമ്മൾ ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാതൊരു വാവുണ്ടൊരു പറച്ചില്ലെന്നുണ്ടെങ്കിൽ ചുമ്മാതെ അങ്ങോട്ട് എടുത്തിട്ട് ഐഡിയ ഇല്ല. നമ്മൾക്ക് ഓരോ പ്രാവശ്യം ഇപ്പം ക്യോടെക്സ് ആയാലും ഏതൊരു ബൈനറി പ്ലാറ്റ്ഫോം ആയാലും അവർ മന്ത്ലി 2 ടൈമൊക്കെ അവർ ഇത് ചെയ്യും. 2 ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആൽഗോരിതം ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പഴയ സെറ്റപ്പുകൾ വർക്ക് ചെയ്യാതെ വരും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുറുക്ക് വിദ്യകളൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ 2 അതായത് ഇപ്പം നമ്മൾ ഇതുണ്ടോ, നമ്മളുടെ ഫസ്റ്റ് വന്നേക്കുന്ന നമ്മളുടെ സിക്സാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ ബ്ലോക്ക് സപ്പോർട്ട് ചെയ്യുന്നതും ഓർഡർ ബ്ലോക്ക് എവിടെയാണ് അല്ലെങ്കിൽ പ്രീവിയസ് ലോ എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണ് നമ്മൾക്കുള്ളത്, നമ്മളുടെ സിക്സാഗ്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് സംഭവം, സെക്കൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ നിങ്ങൾ നോക്കിയതേ മൂവിങ് ആവറേജ് ഒരു അടുത്ത മൂവിങ് ആവറേജ് ഇതിനകത്ത് കണ്ടോ, SMA ആണ്. ഇതുണ്ടോ, ഈ SMA ആണ് യൂസ് ചെയ്യുന്നത്. SMA ഇനിയിപ്പോൾ WMA ഉണ്ട്, EMA ഉണ്ട്, SMMA ഉണ്ട്, TMA ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് അടുത്ത് ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തെ സിസ്റ്റം. അപ്പോൾ ഇപ്പം നമുക്ക് മൂവിങ് ആവറേജ് ആവശ്യമില്ലാത്തൊരു മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് അതിനകത്ത് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല, എന്നാലും അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കുറച്ചും കൂടെ അക്യുറസി ഉള്ളതാണ് നമ്മൾ ഈ ഗ്രീൻ ലൈൻ പോകുന്നത്. അതായത് ഞാൻ ഈ മൗസ് ഓടിക്കുന്ന ഗ്രീൻ ലൈൻ പോകുന്നത് കുറച്ചും കൂടെ അക്യുറസി. അതായത് അതിനകത്ത് നമ്മൾ പീരിയഡ് ടൈം വന്നിട്ട് നമ്മൾ 7 മാറ്റുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡൗണിലേക്ക് പോകും മാർക്കറ്റിന്റെ കുറച്ചും കൂടെ. അതായത് നമുക്കൊരു 100% അക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചേഞ്ച് ചെയ്തതും. നമുക്ക് അതിനകത്ത് അത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് അതിനകത്തൊരു എന്താ പറയുക, നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടിയത്. സോ അപ്പോൾ അത് കാരണം മാക്സിമം അങ്ങനെയുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ വെറും ഒരു ടൈം പാസ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നായിട്ടോ നിങ്ങൾ എടുക്കാൻ പാടില്ല. ഇതിനകത്ത് കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ പ്രയത്നമാണ്. അതായത് നമ്മൾക്ക് ഈ ഓരോരോ വീഡിയോസും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒത്തിരി കാരണങ്ങളുണ്ട്.
ചുമ്മാതെ ഒരു ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ ഏതൊരു ടൂളോ ചുമ്മാതെ വരച്ച് ആൾക്കാരെ ബോധ്യപ്പെടുത്തി. ഇതിപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ സംഭവം, ഈ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഏതാണ്, ഇതാണ് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക്. അവിടെ നിന്ന് സ്ട്രോങ് മൊമെന്റം ആണ്. പിന്നെ റീട്രേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സംഭവം, അതായത് ക്യാൻഡിൽ ഇപ്പോൾ 5 മിനിറ്റോട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ ഗ്രീൻ ആയിരിക്കും. നമ്മളിപ്പോൾ 5 മിനിറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയേ, ഇതുണ്ടോ, അത് മൊമെന്റം ആണ്, ഫുൾ മൊമെന്റം ആണ്, കണ്ടോ. അതായത് നമ്മളുടെ 5 മിനിറ്റ് ക്യാൻഡിലിന്റെ ഒരു വിക്കിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ യൂസ് ആയിരിക്കുന്നത്. എന്നാലും അവിടെ ഫുൾ പോയേക്കുന്ന മൊമെന്റം ആണ്. അതിനുശേഷം വീണ്ടും അതായത് മാർക്കറ്റ് നല്ല രീതി നല്ലൊരു ട്രെൻഡാണ് ഫോളോ അപ്പ് ചെയ്തേക്കുന്നത്. അതായത് ഒരു സിക്സാക് ടൈപ്പിൽ തന്നെയാണ് പോയേക്കുന്നത്, അപ്പ് ഡൗൺ അങ്ങനെ ആ ഒരു രീതിയിലാണ് മാർക്കറ്റ് പോയേക്കുന്നത്. സോ അപ്പോൾ അതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതായത് ഇത് ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഒരു ഐഡിയ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ടൈം പാസിനോ അല്ലെന്നുണ്ടെങ്കിൽ പല ഇതിനകത്ത് ചാടിക്കേറി പല ഗ്രൂപ്പിനകത്ത് ചാടിക്കേറി കളിക്കുന്ന ആൾക്കാർക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും ഏതെല്ലാം രീതി വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ട്രേഡിങ്ങിന്റെ ബേസിക് കുറച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് എന്താണ് സിക്സാഗ്, എന്താണ് മൂവിങ് ആവറേജ്, എന്താണ് EMA, എന്താണ് SMA, അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓരോന്നിനും ഓരോരോ അർത്ഥങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മളുടെ ടെലിഗ്രാം ചാനലിനകത്ത് നമ്മൾ നല്ല രീതിയിൽ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം പബ്ലിക് ഗ്രൂപ്പാണ് ഇത്. ഇപ്പം രാവിലത്തെ ആണ് നമ്മൾ 3 സിഗ്നൽ, എല്ലാ സിഗ്നൽ സംടൈം ഞാൻ പറഞ്ഞില്ല, എല്ലാ ദിവസങ്ങളിലും നമുക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ സിസ്റ്റം വരുമ്പോഴത്തേക്കും നമുക്കൊന്നും ഇപ്പം തന്നെ നമ്മളുടെ പ്രഡിക്ഷൻ കറക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ലൈവിലി സംസാരിക്കുന്നത്, അല്ലാതെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ഒന്നുമല്ല. ഓക്കെ, അപ്പം നമ്മൾ ലൈവിലി സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ലൈവിലി നമ്മൾ ട്രേഡ് എടുക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന എഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം നിങ്ങൾക്ക് അത്രയും ഞാൻ ഇത്ര അക്യുറേറ്റ് ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ ക്യാൻഡിൽ ട്രേഡ് എടുത്തു, എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. പക്ഷേ എനിക്കകത്ത് പ്ലേസ് ചെയ്തതിനകത്ത് മാത്രമേ എനിക്കൊരു വിശ്വാസക്കുറവ് വന്നു. എന്നാലും നമ്മളുടെ ആ ഒരു പൈസയുടെ മൂല്യം, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട പൈസ അതിന് വാല്യൂ ഉള്ളതുകൊണ്ട് മാത്രം അത് വിന്നായി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഫസ്റ്റ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിനകത്ത് ജോയിൻ ചെയ്യുക. നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഗ്രൂപ്പിനകത്ത് ഞാൻ മോർണിംഗിൽ 3 സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈവനിങ്ങിലും 3 സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് VIP ചാനലുണ്ട്. അത് VIP ചാനൽ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. നെക്സ്റ്റ് വീക്കിൽ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം മീൻസ് അതായത് നമ്മൾക്ക് ഒരു അക്യുറസി അത്രയും പറയുമ്പോഴത്തേക്കും അതിനകത്തൊരു 5 to പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 3 എങ്കിലും വിന്നാണല്ലോ. സോ അപ്പോൾ അതിനകത്ത് അടുപ്പിച്ച് ഒരു ദിവസം 2-3 ട്രേഡ് ലോസ് ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തത്. മീൻസ് അതായത് ഇതിനകത്ത് മാനിപ്പുലേഷൻസ് എവിടം വരെ പോകുന്നു, അതിനുശേഷമാണ് ഞാൻ ഈ ഒരു എക്സ്പെരിമെന്റിനകത്ത് ഞാൻ നിന്നത്. അപ്പോൾ എന്തായാലും അത് ആക്ച്വലി അത് നമുക്ക് അത്യാവശ്യം വിജയിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം ഒരു നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നെക്സ്റ്റ് വീഡിയോ ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.